എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയൊക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നത് അങ്ങനെ നയനയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ആദർശ് വന്നിട്ട് പറഞ്ഞു, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണേ? ഈ വീട്ടിൽ എന്തൊക്കെ ജോലികളുണ്ടെന്ന് അമ്മയ്ക്ക് അറിയാലോ. അപ്പൊ ആ ജോലികളെല്ലാം കുറെ ദിവസങ്ങളുടെ നയന തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രണ്ട് മൂന്ന് ആൾക്കാരുടെ ജോലിയുണ്ട്. ഇനി മീനാക്ഷി അടുത്തേയും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്കൊരു ആശ്വാസം ആവില്ലെന്ന് ചോദിക്കണം. ആദർശേ, നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ഇവരോട് മുമ്പ് പറഞ്ഞിരുന്ന കാര്യമില്ല, അല്ലെങ്കിൽ മീനാക്ഷിയുടെ കാര്യം. അവൾക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ പറയുന്ന അനുസരിക്കാതെ അവള് ചെയ്തതല്ലേ. പോരാത്തിന് എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അവൾക്ക് ഇവിടെ തുടരാൻ അർഹതയില്ലെന്ന് പറയണം. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, മീനാക്ഷി അടുത്ത് ഇവിടെ വന്നിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. മുത്തശ്ശി ഇത് അനുകൂലിക്കതെ. മുത്തശ്ശി പറഞ്ഞ് ശരിയാ, മീനാക്ഷി വരുവാണെങ്കിൽ നയനമോൾക്കൊരു ആശ്വാസം ആകുമല്ലോ. അല്ലെങ്കിൽ ഈ വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ജലജ പറഞ്ഞു, അതിന് ഈ വീട്ടിൽ ഇതിനുമാത്രം ജോലികൾ എന്തൊക്കെയാ ഇരിക്കണമെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി പറഞ്ഞു, നീ കൂടുതലൊന്ന് മിണ്ടണ്ട, മിണ്ടാതിരുന്നാൽ മതി എന്ന് പറയാണ്. ദേവേനിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ഒരു കാര്യം ചെയ്യാം, എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലല്ലോ, അപ്പം ഞാൻ അങ്ങോട്ട് പോയേക്കാം, ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് ദേവേനെ അങ്ങോട്ട് പിണങ്ങി പോവാണ്. ആദർശന് സഹിക്കും അത്. അങ്ങനെ പിണങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജ കണ്ടില്ലേ, ഏട്ടത്തി പിണങ്ങി പോയത് കണ്ടോ? പാവം എൻ്റെ ഏട്ടത്തി. ഏട്ടത്തിൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയില്ലെന്ന് മനസ്സിലായി. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആദർശ്. എന്ത് പറഞ്ഞാലും അമ്മ എന്ത് പറഞ്ഞാലും നീ കേൾക്കുന്നതായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? ഓ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഇവള് പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റുള്ളല്ലോ അല്ലെന്ന് പറയാണ്. ആദർശിന് സങ്കടം ദേഷ്യം വന്ന് ആദർശം അങ്ങോട്ട് കയറിപ്പോണ് ദേവേൻ്റെ അടുത്തേക്ക്. ഈ സമയത്ത് അങ്ങോട്ട് കനക ഇറങ്ങി വരുന്നേ. ഓഹോ, കനക ഇതെല്ലാം കേട്ടു. ഇപ്പോൾ ഒറ്റ എഴുത്തി കാരണം ഈ വീട്ടിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് ഓർത്തുകൊണ്ട് കനക അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. കനക വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ ഇവിടെ ഇത്ര വലിയ പ്രശ്നമൊക്കെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് നായന് പറഞ്ഞു, അത് മീനാക്ഷി അടുത്ത് വന്നുകൊണ്ട്. അതിനിപ്പോൾ എന്താ കുഴപ്പമിരിക്കണേ? വേലക്കാരി ഇവിടെയുള്ള നല്ലതല്ലേ എൻ്റെ മോൾക്ക്? എൻ്റെ മോൾക്ക് പണി കുറഞ്ഞിരിക്കുമല്ലോ നിൽക്കണം. പിന്നെ നിന്റെ മോൾക്ക് പണി കുറച്ചിരിക്കുകയാണെങ്കിൽ നിന്റെ മോളെ വീട്ടിൽ വെച്ചോണ്ടിരുന്നാൽ പോരായിരുന്നോ? എന്തിനാ അവളെ കെട്ടിച്ചു വിട്ടാൽ കുറച്ച് ജോലികളൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറയണം. മുത്തശ്ശിയോട് ജലജെ, നീ ഒന്നും മിണ്ടായിരിക്കാമെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാണോ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് കനക് പറഞ്ഞു, അതെ, ഈ വീട്ടിൽ എല്ലാ പ്രശ്നത്തിനും കാരണം ആരാന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാമെന്ന് പറയണം. ജലജ ചോദിച്ചു, അതാരാന്ന് ചോദിക്കണം. മുത്തശ്ശി പറഞ്ഞു, പ്രത്യേകിച്ച് ആരാ? അത് നീ തന്നെ, അല്ലാതെ വേറെ ആരാ? എല്ലാവർക്കും ഈ കുടുംബത്തിൽ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിന്റെ നാവൊന്നും മര്യാദയ്ക്ക് അടക്കി വെക്കാൻ പറയണം. അതിപ്പം ഞാൻ എന്ത് കുറ്റമാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഏട്ടത്തിൻ്റെ വാക്കിന് ആരും വില കൊടുക്കുന്നില്ലെന്നല്ലേ? അല്ലെ, ഏട്ടത്തിനെ അന്ന് എത്രമാത്രം നാണം കെടുത്തിയതായി മീനാക്ഷിയുടെ കാര്യം പറഞ്ഞിട്ട് വീണ്ടും അവർ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നിട്ട് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവൾ ഒന്നും അറിയത്തില്ല വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ മീനാക്ഷിയടത്തിനെ തിരിച്ചു വിളിച്ചിട്ടെന്ന് പറയാം. പിന്നെ ഇനി ഇതല്ല, നീ ഇതിൻ്റെ അപ്പുറം പറയുന്നറിയാം, നിന്റെ വീട്ടുകാരെ കള്ളം പറയുന്ന കൂട്ടമാണല്ലോ എന്ന് പറയണം. കനക പറഞ്ഞു, ദേ അനാവശ്യം പറയരുത് കേട്ടോ, ഞാൻ ഇന്ന് വരെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അനാവശ്യ കള്ളങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയണം. കള്ളം പറയാതെയാണല്ലോ രണ്ടടങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്, നീ അങ്ങ് പുണ്യവതിയല്ലേ എന്ന് ചോദിക്കണം. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കാമെന്ന് ചോദിക്കണം. മനുഷ്യന് ഒരു സമാധാനം തരില്ല, രാവിലെ അങ്ങ് തുടങ്ങിയേക്കോ ആളുടെ അലപ്പെന്ന് പറയണം. ഈ സമയം ദേവേനന്റെ അടുത്തേക്ക് ആദർശം അങ്ങോട്ട് ചെല്ലുവാണ്. ആദർശം എന്നപ്പോൾ ദേവേനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ആദർശനെ കണ്ടപ്പോൾ മൈൻഡ് ചെയ്തിരിക്കുവാണ്. എന്താ അമ്മേ, അമ്മ എന്താ ഇങ്ങനെ വന്ന് പിണങ്ങിയിരിക്കണമെന്ന് ചോദിക്കണം. ദേ ആദർശേ, നീ എന്നോട് മിണ്ടാൻ വരില്ലെന്ന് പറയാം. അമ്മയോട് മിണ്ടാൻ വരാതെ പിന്നെ ഞാൻ ആരോട് അമ്മയെ മിണ്ടാൻ വരുന്നേ? എനിക്ക് എൻ്റെ അമ്മയല്ലേ ഉള്ളെന്ന് പറയണം. പിന്നെ കൂടുതൽ നീ സോപ്പിടൊന്നും വേണ്ട, എന്നിട്ടാണോ നീ ആ മീനാക്ഷിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കണം. അമ്മേ, അമ്മയ്ക്ക് അറിയാലോ ഇവിടെ നയനയുടെ കഷ്ടപ്പാട് എന്ത് മാത്രമാണ്. ഒരു ജോലിക്കാരനെ നിർത്തണമെങ്കിൽ മാസം ഒരു 10-15,000 രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, മീനാക്ഷി അടുത്താണെങ്കിൽ തൂത്തുടച്ച് വാരി വൃത്തിയാക്കുന്നില്ലേ ഉള്ളൂ. അടുക്കളപ്പണികളെല്ലാം ചെയ്യുന്ന ആരാ? നയനയാണ്. ഇനിയിപ്പോൾ ഒരു വേലക്കാരി അടുക്കളയിൽ നിർത്തണമെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കണം. ഇത് നമുക്ക് ലാഭമല്ലേ അമ്മീന്ന് ചോദിക്കുകയാണ്. അപ്പം നയനയെ ഒരു വേലക്കാരിയെ ഒരു രീതിയിലാണ് ആദർശ് അങ്ങോട്ട് ഉപയോഗിച്ചത്. അത് ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അത് നീ പറഞ്ഞൊക്കെ ശരിയാ, എന്നാലും നീ എന്തിനാ അവളെ വിളിക്കുന്നത്? നിനക്ക് അവളെ വിളിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഓ, നയനെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നീ മീനാക്ഷിനെ വിളിക്കുന്നുണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇല്ലമ്മേ, ഞാൻ ആരെയും വിളിക്കുന്നില്ല. അല്ലെ മീനാക്ഷി അടുത്തിട്ട് ചോദിച്ചു നോക്കുക. പിന്നെ ഇപ്പം വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് വിളിച്ചതാ. ഇത്രയും പേര് ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യണ്ടാമേ, അവൾക്ക് കൈക്കും കാലിനും എല്ലാം വേദനയാന്ന് പറഞ്ഞു. ദേവനോട് ഒരു കാര്യം ചെയ്യുക, അവളെ കുറച്ച് ദിവസം അവളുടെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പറയണം. അതെങ്ങനെ ശരിയാവുമേ? വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെ ജോലികളൊക്കെ ആര് ചെയ്യും? ആരും ചെയ്യാൻ വേണ്ടേ? അത് മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിക്കും എത്ര വിഷമമാണെന്നറിയോ അവൾ ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ? അവർ വയസ്സും പ്രായമായിട്ടിരിക്കുമല്ലേ അമ്മേ, നമ്മൾ കുറച്ച് താന്നു കൊടുക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. ദേവേനിക്ക് മനസ്സിലായി ആദർശ് പറയുന്നതിലും എന്തൊക്കെയോ ഒരു കാര്യമുണ്ടെന്ന്.
ഈ സമയം ജലജ കൂടെ കത്തി കയറുവാണ്. ജലജയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അഭി പറഞ്ഞു, അതെങ്ങനെയാ, വീട്ടിൽ വലിയ ആളാവാനായിട്ട് നോക്കുവല്ലേ ഇവിടെ വേറെ ചിലരൊക്കെ. ഇപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കനക പറഞ്ഞു, അല്ല ആരാ ആളാവാൻ നോക്കിയെന്നാ പറഞ്ഞേ? നീ നിന്റെ അമ്മ ഇവിടെ ആളാവാൻ നോക്കുന്നേ, എൻ്റെ മക്കളൊന്നും വലിയ ആളാവാൻ നോക്കുന്നില്ലെന്ന് പറയണേ. നയനയും പറഞ്ഞു, അല്ലെങ്കിലും അഭി, ഞാൻ എന്ത് തെറ്റിയെന്നാ നീ പറയണേ? ഞാനിവിടെ ആരോടും ഒന്നും എതിർത്ത് അങ്ങനെയൊന്നും പറയാറില്ല. ആരുടെയും പ്രശ്നത്തിൽ കൂടുതലായിട്ട് തലയിടാനും പോകാറില്ല. പിന്നെ നീ വെറുതെ എന്തിനാ കുറ്റപ്പെടുത്തുന്ന ചോദിക്കുവാണ്. നബി പറഞ്ഞു, ഇവൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അന്ന് തന്നെയാണെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. അന്നാ ജാനകി ചേച്ചിക്ക് പൈസ കൊണ്ടേ കൊടുക്കണു, ഇപ്പോഴാണ് നടക്കുന്നത്. അതിന്റെ പേരിലല്ലേ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. ഇവൾക്ക് അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്. ഇവൾ അങ്ങോട്ട് അനുഭവിക്കട്ടെ എന്ന് പറയണം. കനക പറഞ്ഞു, ഒരക്ഷരം നീ മിണ്ടിപ്പോയേക്കരുത്. പട്ടി വിട്ട് പുല്ല് തിന്നുമില്ല, പശുവിനെ തീറ്റിക്കുമല്ലെന്ന് പറഞ്ഞാലേ അവൾക്ക് ഈ വീട്ടിലെ ജോലി കൂടെ ഒന്നും എടുക്കാൻ കഴിയില്ല. എന്നിട്ട് അവൾ ഇരിക്കുന്നത് കണ്ടില്ല എന്നൊക്കെ പറയാണ്. എന്നിട്ട് നവിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. നവി അങ്ങോട്ട് മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ദേവയാനി അങ്ങോട്ട് വരുന്നത്. ദേവേനി എന്നിട്ട് ദേവേനി പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിന്റെ പേരിലൊരു പ്രശ്നവും വഴക്കും നീ കുടുംബത്തിൽ വേണ്ടെന്ന് പറയാണ്. ജലജ പെട്ടെന്ന്, അതെന്താ ഏട്ടത്തിന്ന് ചോദിക്കണം. അല്ല, മീനാക്ഷി ഇനി ഇവിടെ നിന്നോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല അവളിവിടെ നിൽക്കുന്നതിന്. പിന്നെ നയനയോടൊരു കാര്യം പറയാനുള്ളത്, ഇനിയിപ്പോൾ അവൾക്ക് പൈസ കൊടുക്കാനോ ഒന്നും പോയേക്കരുത്. ഞാൻ അറിയാതെ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാണ്. മുത്തശ്ശി പറഞ്ഞേ, നീ അങ്ങനെ പറഞ്ഞ പിന്നെ അവൾ അങ്ങനെ ചെയ്യുവോ? ഒരു കാരണവശാലും ചെയ്യില്ല. നയനമോളെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലെന്ന് പറയണം. ആദർശം അങ്ങോട്ട് വന്നു. ആദർശ് പറഞ്ഞു, ഇനിയിപ്പം നയനെ അങ്ങനെയും ചെയ്യത്തില്ല എന്ന് പറയാം. ജലജയും കൂടി ഇഷ്ടപ്പെടില്ല. ഇതോടുകൂടി മീനാക്ഷിനെ ഇവിടെ ഇറക്കി വിടും. വീണ്ടും നയനിക്ക് കഷ്ടകാലം വന്ന് ഓർത്തിരുന്നാണ്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ ഒറ്റയടിക്ക് തകടം മറന്ന് ദേവേനെ അങ്ങോട്ട് പുറകെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും ജലജ പുറകെ ചെല്ലുവാണ്. ഏട്ടത്തി എന്ത് പരിപാടിയായി കാണിച്ചേ, എന്താന്ന് ചോദിക്കണം. അതങ്ങനെ ഇരിക്കട്ടെ ജലജ, ഞാനൊന്നും കാണാതെ ഒന്നും ചെയ്യില്ല, നിനക്ക് നല്ലതായിട്ട് അറിയാമല്ലോ എന്ന് ചോദിച്ചിട്ട് ദേവേനെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണെങ്കിൽ ആദർശ് മനസ്സിലോർക്ക് അമ്മേനെ മെരുക്കിയെടുക്കാൻ പെട്ട പാട് എത്രയാന്ന്. കാരണം കനകി അല്ല സോറി ദേവയാനിയുടെ ആദർശ് പറഞ്ഞായിരുന്നു, അമ്മേ ഞാൻ ഇന്നുവരെ അവളെ ഭാര്യയായിട്ട് കണ്ടിട്ടില്ല, ഇനി ഭാര്യയായിട്ട് കാണാനും പോകുന്നില്ല. മുത്തശ്ശനും കാലശേഷം മാത്രം നമുക്ക് തീരുമാനം എടുക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറച്ചു കാലം കൂടി ഈ അഭിനയം തുടർന്നേ മതിയാവും. അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുമല്ലേ? അമ്മയുടെ മോനെ പറയണേ, അമ്മയുടെ മോനൊരു വാക്ക് പറഞ്ഞ വാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ദേവേനിക്ക് വിശ്വാസം വന്നുകൊണ്ടാണ് മീനാക്ഷിനെ അവിടെ നിർത്താൻ തന്നെ ദേവേനെ തീരുമാനിച്ചത്. പിന്നീട് കാണിക്കുന്ന നവ്യ ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ മൊബൈലിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ഈ സമയത്ത് കനക അങ്ങോട്ട് വന്ന് കനക വന്നിട്ട് ചോദിച്ചു, നീ ഗുളിക കഴിച്ചായിരുന്നു ചോദിക്കണം. ഇല്ലമ്മേ. എന്നാ ഗുളിക കഴിക്കാനും പറഞ്ഞിട്ട് ആ ഗുളിക അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ്. ഓ, നവ്യക്കാണ് ദേഷ്യം മതി. ഗുളിക വയറ്റ് വല്ല കുഞ്ഞുണ്ടെങ്കിൽ കഴിച്ചാൽ പോരെ, കുഞ്ഞില്ലാതെ പിന്നെ എന്തിനാ ഗുളിക കഴിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനെല്ലാം കളയുമായിരുന്നു, ഒന്നുപോലും കഴിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പം അമ്മ നിർബന്ധിച്ചുകൊണ്ട് തന്നാൽ പിന്നെ ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് സംശയം തോന്നിയാലോ? ആ ഗുളിക അങ്ങോട്ട് വാങ്ങണം. അത് വായിലിട്ടെന്ന് കരുതിയിട്ട് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് ആ ഗുളിക ഒരൊറ്റ എറിഞ്ഞു. ഈ സമയത്ത് അതിലൂടെ ജലജ അങ്ങോട്ട് വന്നത്. കൃത്യം അങ്ങോട്ട് ജലജയുടെ മേത്ത് ചില നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് എന്തോ മേത്തേക്ക് വന്ന് വീഴുന്നു. നോക്കി, ആഹാ ഇത് ഗുളികയാണല്ലോ നോക്കുകയാണ്. പെട്ടെന്ന് മനസ്സിലായി ഇവൾക്ക് കൊടുത്ത് ഗുളികയാണ് നവ്യയ്ക്ക്. അവളത് പതുക്കെ അങ്ങോട്ട് എറിഞ്ഞു വിട്ടിരിക്കുകയാണ്. ഗുളിക കഴിക്കാൻ മടിയായിട്ട് ഒരാൾ ഗുളിക കൊടുക്കാനിരിക്കുന്നു, മോൾ അത് എറിഞ്ഞു കളയായിരിക്കുന്നു. പെട്ടെന്ന് ജലജ വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഗുളികയല്ലേ നവി, നീ ഗുളിക കഴിച്ചോന്ന് ചോദിക്കണം. നവി പെട്ടു. കനക ചോദിച്ചു, അവൾക്ക് ഞാൻ ഗുളിക കൊടുത്താണല്ലോ എന്ന് പറയണം. ഗുളിക കൊടുത്തു, അവളാണ്ട് അതൊക്കെ എറിഞ്ഞു വിട്ടിരിക്കുന്നു പറയണം. കനയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. കനക ചോദിച്ചു, നിനക്ക് എന്തിന്റെ കേടാ നവ്യേ, നീ ആ ഗുളിക കഴിച്ചില്ലല്ലേ എന്ന് ചോദിക്കണം. മര്യാദയ്ക്ക് ഗുളിക കഴിക്കണേന്ന് പറയണം. അമ്മ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗുളിക കഴിക്കായിരുന്നേ. കൂടുതലൊന്നും പറയണ്ട, നിന്റെ വായിക്കത്തെയും കുത്തി കേട്ടുട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് നവ്യയുടെ കയ്യിലേക്ക് ആ ഗുളിക അങ്ങോട്ട് കൊടുക്കണം കഴിക്കാൻ പറഞ്ഞുകൊണ്ട്. നവ്യക്ക് വേറൊരു ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. നവ്യ എന്ത് ചെയ്യുവാണ്, ആ ഗുളിക വാങ്ങിയോണ്ട് കഴിക്കുവാണ്. പിന്നീട് ജലജ പറഞ്ഞു, ഇവളുടെ ഈ മട്ടും ഭാവവും കണ്ടിട്ടുണ്ടെങ്കിൽ തോന്നി ഇവളുടെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ളത്. ഇവളല്ലേ തന്നെ കണ്ടോ, ഇപ്പൊ ഗുളിക കഴിക്കാൻ തന്നെ എന്തും മടിയാ. കുഞ്ഞിനെ കുറിച്ചുള്ള ചിന്തയൊക്കെ ഉള്ളവളാണെങ്കിൽ ഈ ഗുളിക കഴിച്ചാനെന്ന് പറയണം. അപ്പൊ കനക പറഞ്ഞു, നീ എന്താ ജലജ പറഞ്ഞു വിടുന്നത്? പിന്നെ എൻ്റെ മോളെന്നെ വയറ്റിൽ തലവണയും കെട്ടിവെച്ച് നടക്കുമെന്നാണോ? അതൊക്കെയാണ് നിന്റെ വിചാരം എന്ന് ചോദിക്കണം. ജലജ പറഞ്ഞു, ഇവളതല്ല അതിലപ്പുറവും ചെയ്യാൻ മുതിരാത്തുള്ളതെന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ഒരു ഞെട്ടലുണ്ടാവുകയാണ് നവ്യയില്. ദൈവമേ, സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത് തന്നെ. എല്ലാവരും താ പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു, ഒന്നും വേണ്ടായിരുന്നൊരു തോന്നലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നയനെ ഇങ്ങനെ മുറിയിൽ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇനിയും ചേച്ചി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ആകെപ്പാടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അമ്മയും അവരൊക്കെ വയറ്റിലൊരു കുഞ്ഞില്ലെന്ന് അറിയുന്ന നിമിഷം താനും കൂടെ പുറത്താകും. താനും തൻ്റെ ചേച്ചി എല്ലാവരും ഇത്രയും വല്ല കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് തനിക്കിവിടെ ഒരിക്കൽ പോലും ജീവിക്കാൻ പറ്റില്ല. അതൊക്കെ ഓർത്തിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ആദർശ് കയറി വരുന്നത്. ആദർശ് ചോദിച്ചു, എന്ത് പറ്റി?
നീ ഭയങ്കര ആലോചനയിലാണെന്ന് നിൽക്കണേ. ഒന്നുമില്ല ആദർശേട്ടാ എന്ന് പറയണം. അല്ല ആദർശേട്ടൻ എന്താ പോകാൻ ഇറങ്ങുവാണോ? ഈ ടിഫിനൊക്കെ എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. അതെ എനിക്ക് ഇന്നിച്ച് നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ആദർശ് ബാഗും തൂക്കാൻ കൂടെ ഇറങ്ങാൻ തുടങ്ങുവാണ്. നീ കൂടുതൽ ആലോചനയൊന്നും വേണ്ട കേട്ടോ. പിന്നെ ഇന്ന് നിന്നെ സഹായിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ടാ. നിനക്കറിയാലോ നിന്നോടധികം എനിക്ക് സ്നേഹമൊന്നും ഇല്ലാന്ന്. നീ ഈ വീട്ടിൽ നിന്ന് പോയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറയണം. എനിക്ക് സങ്കടം വന്നു അതിനോട്. എനിക്കറിയാം ആദർശാണ് എന്നോട് ഇഷ്ടമൊന്നും ഇല്ലാന്ന്. ആദർശ് പറഞ്ഞു, നിന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലോ ഞാൻ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുടുംബമായി കഴിയുമ്പോഴത്തേനും ആ കുടുംബത്തിൽ ഒത്തിരി ജോലി ഉണ്ടാവും. അതെല്ലാം ഒരാൾ തന്നെ ചെയ്യുന്നതുകൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് ഞാൻ മീനാക്ഷിയുടെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത്. അല്ലാതെ നിന്നോടുള്ള അധികം ഇഷ്ടം കൊണ്ടുള്ള അല്ലെന്ന് പറയണം. നയന പറഞ്ഞു, എനിക്കറിയാം ആദർശേട്ടാ. ആദർശേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് അറിയാമെന്ന് പറയണം. അപ്പോൾ ആദർശയുടെ ഞെട്ടലുണ്ടായി. എൻ്റെ ഭഗവാനെ ഇനിയിപ്പോൾ ഇതെങ്ങാനും ഇവളും മുത്തശ്ശിയോട് പോയി പറയുമോ? അങ്ങനെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുകയാണ്. പെട്ടെന്ന് തന്നെ ആദർശം വന്നിട്ട് പറഞ്ഞു, അതെ പേടിക്കൊന്നും വേണ്ട കേട്ടോ. എനിക്ക് നിന്നോട് ഇപ്പോൾ ഇച്ചിരി ഇഷ്ടക്കുറവുണ്ടെന്ന് ഓർത്തുകൊണ്ട് നാളെ അത് ഇഷ്ടം കൂടായികയില്ല. അതുകൊണ്ട് നീ പേടിക്കാതിരിക്കുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് നല്ലൊരു ദിവസം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.